കുട്ടിക്കാലം മുതലേ നാം എല്ലാവരും കേൾക്കുന്നതാണ് വിദ്യാഭ്യാസം ചെയ്യണം. വിദ്യാഭ്യാസമാണ് ഒരു മനുഷ്യനെ നല്ല വ്യക്തിത്വത്തിനുടമയാക്കി തീർക്കുന്നത്. വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് നാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്. ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ അവനെ പഠിപ്പിക്കുന്നതിന്, അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊക്കെ നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ ആചാര്യന്മാർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴൊക്കെ എപ്പോഴും പരമപ്രധാനമായി കണ്ടിരുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ എല്ലാ സാധ്യതകളെയും പുറത്തു കൊണ്ടുവരുന്ന, അയാളുടെ പരിമിതികളെ ഇല്ലാതാക്കി അയാളെ പൂർണ്ണതയിലേക്ക് നയിക്കുന്ന വിദ്യാഭ്യാസമാകണം ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രം നൽകേണ്ടത്. ഇത് വളരെ ഗൗരവമായി ചിന്തിച്ചിരുന്നു. ഈച്ച് സോൾ ഈസ് പൊട്ടൻഷ്യലി ഡിവൈൻ. വിവേകാനന്ദ സ്വാമികൾ ഉപനിഷത്തിലെ ആശയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ തലത്തിൽ പൂർണ്ണനാണ്. അയാൾക്ക് മറ്റൊരാളാകാൻ സാധിക്കില്ല. അയാൾക്കൊരിക്കലും മറ്റൊരാളുടേതുപോലെ ആകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയെയും അയാളുടെ സാധ്യതയ്ക്കനുസരിച്ച് വളരുവാൻ പ്രേരണ നൽകുന്നതാവണം നാം അയാൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം. അതൊരുപക്ഷെ ഒരാൾക്ക് നൽകുന്നത് പോലെ ആവില്ല മറ്റൊരാൾക്ക് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ പൊതു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നാം എല്ലാവർക്കും ഒരേ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷേ ഭാരതത്തിൻ്റെ ആചാര്യന്മാർ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിഭാവനം ചെയ്തപ്പോൾ ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ അനന്തമായ സാധ്യതകളെ വിവേകാനന്ദ സ്വാമി ഓർമ്മിപ്പിക്കാറില്ലേ? എഡ്യൂക്കേഷൻ ഇസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ. ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ പൂർണ്ണതയുടെ വികാസമാണ്, അയാളിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്ന ഒരു പൂർണ്ണതയുടെ വികാസമാണ് വിദ്യാഭ്യാസം. അതായത് അതിന് തടസ്സം നിൽക്കുന്ന ഭൗതികമായ സാഹചര്യങ്ങളെ ഒരാൾക്ക് വളരാൻ, ഒരാൾക്ക് വികസിക്കാൻ, ഒരാൾക്ക് പൂർണ്ണതയിലേക്ക് ഉയരാൻ തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങളെ ഇല്ലാതാക്കിയാൽ മതി. നാം ഒരു ശില്പനിർമ്മാണത്തെക്കുറിച്ചുള്ള പ്രസിദ്ധമായ ഒരു ഉപമ കേട്ടിട്ടില്ലേ? ഓരോ ശിലയിലും ഒരു ശില്പം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ശില്പിയുടെ ഉത്തരവാദിത്തം ഇത് മാത്രമേ ഉള്ളൂ: ആ ശിലയിൽ നിന്നും ആ ശില്പമല്ലാത്തതിനെ വെട്ടിമാറ്റുക. അപ്പോൾ ശിലയിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്ന, ശിലയുടെ സൗന്ദര്യമായി നിലനിന്നിരുന്ന ആ പ്രതിഭ, ആ സൃഷ്ടി പുറത്തു വരും. ഇത് കാവ്യാത്മകമായ ഒരു ഭാവനയായിരിക്കാം. പക്ഷെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് അവൻ്റെതായ രീതിയിൽ വികസിക്കാൻ തടസ്സം നിൽക്കുന്ന സാഹചര്യങ്ങളെ ഇല്ലായ്മ ചെയ്തു കൊടുക്കാൻ മാത്രമേ വിദ്യാഭ്യാസത്തിന് സാധിക്കുകയുള്ളൂ. അത് വീട്ടിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന അനൗപചാരിക വിദ്യാഭ്യാസം മുതൽ സർവകലാശാല വിദ്യാഭ്യാസം വരെ ഇതുതന്നെയാണ് നിർവഹിക്കപ്പെടുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറയുന്ന പ്രസിദ്ധമായ ഒരു കഥയുണ്ട്. ഒരു ആട്ടിൻപറ്റം ഇങ്ങനെ പുല്ലുമേയുകയായിരുന്നു. വളരെ സ്വച്ഛമായി ശാന്തമായി പുല്ലുമേഞ്ഞുകൊണ്ടിരുന്ന ഈ ആട്ടിൻപറ്റത്തെ ഒരു സിംഹം ആക്രമിച്ചു. ആട്ടിൻപറ്റം പലയിടത്തേക്ക് ചിതറിയോടി. ഈ ആക്രമിച്ച സിംഹം ഒരു ഗർഭിണിയായ സിംഹമായിരുന്നു. ഈ ആട്ടിൻപറ്റത്തെ ആക്രമിക്കുമ്പോൾ ഈ സിംഹം അവിടെ വച്ച് പ്രസവിക്കുകയാണ്. സിംഹം തനിക്ക് ആവശ്യമുള്ള ആടിനെയും കൊണ്ട് രക്ഷപ്പെടുന്നു. പക്ഷേ ഈ സിംഹം പ്രസവിച്ച കുട്ടി ആട്ടിൻപറ്റങ്ങൾക്കിടയിൽ പെട്ടുപോകുന്നു. ആട്ടിൻപറ്റത്തോടൊപ്പം ഈ സിംഹക്കുട്ടി ആടുകളുടെ സംഘത്തിൻ്റെ ഭാഗമായി പോവുകയാണ്. അങ്ങനെ അത് ആടുകളുടെ കൂടെ ഈ സിംഹക്കുട്ടി വളരുകയാണ്. പതുക്കെ പതുക്കെ അത് ആടുകൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ പുല്ലും വെള്ളവും ഒക്കെ കഴിച്ചു തുടങ്ങി. പ്ലാവിലകൾ, കാട്ടിൽ കിട്ടുന്ന ഇലകളൊക്കെ കഴിച്ചു തുടങ്ങി. ആട്ടിൻപറ്റത്തിൻ്റെത് പോലെയായി അതിൻ്റെ പെരുമാറ്റമൊക്കെ. ഉള്ളിലൊരു സിംഹമാണെങ്കിൽ കൂടി ആടുകളുടെ കൂടെ നടന്ന്, അവരുടെ കൂടെ കളിച്ച്, അവരോട് ഇടപെട്ട്, ഉള്ളിൽ താൻ ഒരു സിംഹമാണെന്ന് പോലും അറിയാതെ അതിൻ്റെ പ്രകൃതം ഒക്കെ ആടുകളുടേത് പോലെയായി. രൂപത്തിൽ സിംഹവും. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞു. ആ സിംഹത്തിൻ്റെ കരച്ചിൽ അലറലായിരുന്നില്ല, മറിച്ച് ആടുകൾ കരയുന്നത് പോലെയാണ് സിംഹം കരഞ്ഞിരുന്നത്. കാലങ്ങൾ കടന്നുപോയി. ആടുകളുടെ കൂടെ കളിച്ച്, ആടുകളുടെ കൂടെ ഇരതേടി, ആടുകളുടെ സ്വഭാവത്തോടുകൂടി ശാന്ത സ്വഭാവനായി ഈ സിംഹവും വളർന്നു വന്നു. പക്ഷേ അവൻ്റെ ശരീരം വലുതായി.
അവന് ജടയും സടയുമൊക്കെ വന്നു. അവന് ക്രൂരമായ ദംഷ്ട്രകൾ വന്നു. അവൻ്റെ കൈകളിൽ ശക്തമായ ഇര തേടുന്നതിനുള്ള നഖങ്ങൾ രൂപപ്പെട്ടു. അവൻ്റെ ഉള്ളിൽ കാടിനെ ഭരിക്കുന്നതിനുള്ള പൗരുഷം രൂപപ്പെട്ടു. പക്ഷേ തൻ്റെ സാഹചര്യം കൊണ്ട്, താൻ സാധുക്കളായ ആടുകളുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് അതൊന്നും പ്രവർത്തിച്ചില്ല. അവൻ ആടുകളെപ്പോലെ കരഞ്ഞ് ഒരു സാധാരണ ജീവിയെപ്പോലെ ആടുകളുടെ കൂടെ വ്യാപരിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മറ്റൊരു സിംഹക്കൂട്ടം ഈ ആടുകളുടെ പറ്റത്തെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സമയത്ത് നമുക്കറിയാം, സിംഹപ്പറ്റം ആക്രമിക്കുമ്പോൾ ആടുകളെല്ലാവരും ചിതറിയോടും. ഈ ആടുകളും എല്ലാവരും ചിതറിയോടി. ഓടിയതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ആടാണെന്ന് ധരിച്ചുകൊണ്ട് ജീവിക്കുന്ന സിംഹവും ഭയത്തോടെ ഓടുകയാണ്. ഇതുകണ്ട് കൂട്ടത്തിലൊരു ചെറുപ്പക്കാരനായ സിംഹം ഈ ആടാണെന്ന് കരുതി ഭയപ്പെട്ട് ഓടുന്ന സിംഹത്തെ പിന്തുടർന്നു. അവൻ പിന്നാലെ ഓടി. സിംഹം ഭയന്ന് പിന്നെയും അകന്നകന്നു പോവുകയാണ്. പിന്നാലെ ഓടിയ സിംഹം ഈ ആടാണെന്ന് കരുതിയ സിംഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറഞ്ഞു, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ ആരെ ഭയന്നാണ് ഓടുന്നത്? ഈ ആടാണെന്ന് കരുതിയ സിംഹം ഭയത്തോടെ പറഞ്ഞു, നിങ്ങളെന്നെ ഉപദ്രവിക്കരുത്. ഞാനൊരു സാധുവായ ആടാണ്. നിങ്ങളെന്നെ ഭക്ഷിക്കരുത്. എന്നെ വെറുതെ വിടണം എന്ന് പറഞ്ഞു. സിംഹം പറഞ്ഞു, നീ എന്ത് വെട്ടിത്തമാണ് ഈ പറയുന്നത്? നീ ഒരു സിംഹമാണ്. നീ ഈ കാട് ഭരിക്കേണ്ടവനാണ്. നിനക്കെന്നെ പോലെ ജടയുണ്ട്. നിനക്കെന്നെ പോലെ സടകളുണ്ട്. നിനക്കെന്നെ പോലെ ദംഷ്ട്രകളുണ്ട്. നിനക്കെന്നെ പോലെ ഉറക്കെ അലറാം. നിനക്ക് ഇര പിടിക്കാം. നിനക്ക് രാജപ്രൗഢിയോടുകൂടെ ജീവിക്കാനുള്ള കരുത്തുണ്ട്. പാവം സിംഹം പറഞ്ഞു, നിങ്ങളെന്നെ ഭയപ്പെടുത്തി നിങ്ങളെന്നെ ഭക്ഷിക്കാനുള്ള ഓരോ തന്ത്രങ്ങൾ പറയുകയല്ലേ. ഞാനൊരു പാവമാണ്. എന്നെ ഒന്നും ചെയ്യരുത്. മറ്റേ സിംഹം പറഞ്ഞു, എനിക്ക് ലജ്ജ തോന്നുന്നു നിന്റെ അവസ്ഥ കണ്ടിട്ട്. നീ ഇങ്ങനെ നിന്റെ ജീവിതത്തിലെ സിംഹത്തിൻ്റെ സാധ്യതകളെ ഒന്നും മനസ്സിലാക്കാതെയാണ് ജീവിക്കുന്നത്. വരൂ എന്ന് പറഞ്ഞ് ഈ സിംഹത്തെയും കൂട്ടിക്കൊണ്ട് ഒരു തടാകത്തിന് മുന്നിലേക്ക് പോയി. ആ തടാകത്തിലെ ജലാശയത്തിലുണ്ടായിരുന്ന തൻ്റെ പ്രതിബിംബം നോക്കുവാനായി സിംഹത്തോട് ആവശ്യപ്പെട്ടു. നോക്കൂ, നിന്റെ രൂപവും എൻ്റെ രൂപവുമല്ലേ സമാനമായിട്ടുള്ളത്? നീ ആ സാധുക്കളായ ആടുകളെ പോലെയാണോ? നിന്റെ ഉള്ളിലെ ശക്തി എന്തുകൊണ്ട് നീ തിരിച്ചറിഞ്ഞില്ല? സിംഹത്തിന് തോന്നി, ശരിയാണല്ലോ, ഞാനും ആ സിംഹത്തെ പോലെയാണല്ലോ. എന്തു ചെയ്തു? ആ കൂട്ടാളിയായ സിംഹം പാവമെന്നു കരുതി ജീവിച്ച സിംഹത്തെയും കൊണ്ട് മലയുടെ കുന്നിൻ്റെ മുകളിലേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, നീ അലറൂ. ഈ കാട് മുഴുവൻ നടുങ്ങട്ടെ നിന്റെ അലർച്ച കേട്ടിട്ട്. ഉറക്കെ ജീവിതത്തിൽ ആദ്യമായി തൻ്റെ ശക്തി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സിംഹം അലറിയത്രേ. അവൻ്റെ ഉള്ളിൽ ഇത്രയും കാലം തൻ്റെ കഴിവുകൾ എന്താണ് എന്ന് തിരിച്ചറിയാതെ, തനിക്ക് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യവുമില്ലാതെ ജീവിച്ച, ആടാണെന്ന് കരുതി ജീവിച്ച സിംഹം ഉറക്കെ അലറി. അവനിൽ നിന്നും അവൻ്റെ എല്ലാ സാധ്യതകളും പുറത്തു വന്നു. അവനുള്ളിലെ ആധിപത്യം, അവനിലുള്ള പൗരുഷമൊക്കെ അപ്പോഴാണ് അവൻ തിരിച്ചറിയുന്നത്. നോക്കൂ, വിദ്യാഭ്യാസം കൊണ്ട് സംഭവിക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ ഏതൊക്കെ സാഹചര്യത്തിൽ ജീവിച്ചോട്ടെ, അവൻ്റെ കുടുംബ പശ്ചാത്തലമോ സാമൂഹ്യ പശ്ചാത്തലമോ സാമ്പത്തിക പശ്ചാത്തലമോ എന്തുമായിക്കോട്ടെ, വളരാനും വികസിക്കുവാനും സാധ്യതയുള്ള ഒരു വ്യക്തി അവൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നു കരുതി ഒരു വ്യക്തിക്ക് അവനെ ആവിഷ്കരിക്കാനുള്ള, അവനായി ആവിഷ്കരിക്കാനുള്ള, അവളായി ആവിഷ്കരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കലാണ് വിദ്യാഭ്യാസം. വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ അലറുന്ന സിംഹം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആ സിംഹത്തിൻ്റെ തിരിച്ചറിവാണ് വാസ്തവത്തിൽ വിദ്യാഭ്യാസത്തിലൂടെ നാം നേടിയെടുക്കേണ്ടത്. നമ്മുടെ ഉള്ളിലെ പൂർണ്ണതയുടെ വികാസം. നമസ്കാരം.